സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. യു.പി. പ്രയാഗ്രാജ് സ്വദേശി ശക്തി ദുബൈക്കാണ് ഒന്നാം റാങ്ക്. ആദ്യ 100 റാങ്കിൽ 7 മലയാളികൾ ഉണ്ട്. ഇതിൽ 3 പെൺകുട്ടികളാണ്. ഹരിയാന സ്വദേശി ഹർഷിത ഗോയലിനാണ് രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനം മഹാരാഷ്ട്ര സ്വദേശി ഡോങ്ഗ്രെ അർച്ചിത് പരാഗ് നേടി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ കഴിഞ്ഞ വർഷം നടത്തിയ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. IAS, IFS, IPS, സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി സർവീസുകളിൽ ആണ് നിയമനം. ജനറൽ വിഭാഗത്തിൽ 335 പേരും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുൻഗണനാ വിഭാഗങ്ങളിൽ നിന്ന് 109 പേരും OBC വിഭാഗത്തിൽ നിന്ന് 318 പേരും SC വിഭാഗത്തിൽ നിന്ന് 160 പേരും ST വിഭാഗത്തിൽ നിന്ന് 87 പേരും അടക്കം 1009 പേരുടെ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 180 പേർക്ക് IAS-ഉം 55 പേർക്ക് IFS-ഉം 147 പേർക്ക് IPS-ഉം ലഭിക്കും. സിവിൽ സർവീസ് പരീക്ഷയിൽ 47ാം റാങ്ക് സ്വന്തമാക്കിയതിന്റെ സന്തോഷത്തിൽ ആണ് കൊട്ടാരക്കര സ്വദേശിനി GP നന്ദന. മലയാളം ഐച്ഛിക വിഷയമായി തെരഞ്ഞെടുത്താണ് നന്ദന അഭിമാന നേട്ടം കൈവരിച്ചത്. ഡാൻ കുര്യന്റെ റിപ്പോർട്ടിലേക്ക്. സിവിൽ സർവീസ് പരീക്ഷയിൽ 47ാം റാങ്ക് നേടി മലയാളികളുടെ അഭിമാനമായി മാറിയ JP നന്ദന ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. അഭിനന്ദനങ്ങൾ. എത്രാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു? ഇതെന്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് ആണ്. കഴിഞ്ഞ വർഷം എനിക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇത്തവണ എല്ലാ സ്റ്റേജസും ഒരുമിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. ചെറുപ്പം തൊട്ടേ ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ്? ചെറുപ്പത്തിൽ ഇതുപോലെ ടോപ്പേഴ്സിന്റെ ഒക്കെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട് കുറച്ച് ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട് ഈ എക്സാമിനെ കുറിച്ച്. പക്ഷേ കോളേജിൽ എത്തുമ്പോഴാണ് കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നതും പിന്നീട് പ്രിപ്പറേഷൻ തുടങ്ങാൻ വിചാരിക്കുന്നത്. ആരെയാണ് ഏറ്റവും മോട്ടിവേറ്റ് ചെയ്തത്? അങ്ങനെ ഒരാൾ പറയാനില്ല, പക്ഷെ ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ ജീവിതത്തിൽ. എന്റെ പേരന്റ്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഇവിടെ ഫോർച്യൂണിലാണ് എന്റെ മെന്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാർവാനിസ് കോളേജിലാണ് പഠിച്ചത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ 2022-ലാണ് പാസ് ഔട്ട് ആവുന്നത്. ഏതായിരുന്നു സ്പെസിഫിക് മെയിൻ ഏതായിരുന്നു? എന്റെ ഗ്രാജുവേഷൻ സബ്ജക്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ. സിവിൽ സർവീസിന് മലയാളം ലിറ്ററേച്ചർ ആണ് എന്റെ ഓപ്ഷനിൽ. മലയാളമായിരുന്നു ഓപ്ഷൻ. രണ്ട് ഓപ്ഷനിൽ ഇതോ? ഒരു ഓപ്ഷനിലാണുള്ളത്, മലയാളമാണ് എന്റെ ഓപ്ഷൻ. ഓക്കെ, എന്താണ് ഈ പുതിയതായിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികളോട് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? ഞാനും അതുപോലെ വന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞതിലൂടെ അവർക്കും ഹാർഡ് വർക്കിലൂടെ ക്ലിയർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. IAS തന്നെ കിട്ടും എന്നാണ് അല്ലേ? അതെ, കിട്ടും. ഏത് കേഡറാണോ തെരഞ്ഞെടുക്കാൻ? എന്റെ ആദ്യത്തെ ചോയ്സ് കേരള കേഡറാണ്. അത് വേക്കൻസിക്കൊക്കെ അനുസരിച്ചാണ് വരുന്നത്. എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ല. കുടുംബങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ല, ഒരു നാട്ടിലാണുള്ളത്, കൊട്ടാരക്കരയാണ്. എല്ലാ ആശംസകളും. താങ്ക് യു. ക്യാമറമാൻ C വിനോദനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18.